ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചെകുത്താനാണ് വിഷയം. ചെകുത്തു എന്ന അജു, നമുക്കെല്ലാം അജു അലക്സിനെ എല്ലാവർക്കും അറിയാം. വളരെ ഫെമിലിയർ ആണ്. അദ്ദേഹത്തെ ബ്രാൻഡ് ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി. സോഷ്യൽ മീഡിയ ഒരു 2017 മുമ്പ് തന്നെ അദ്ദേഹവും അശ്വന്ത് ഗോകും ഒക്കെ ഒരേ ടൈമിൽ ചർച്ചയായ ആളുകളാണ്, ചർച്ചയായി തുടങ്ങിയ ആളുകളാണ്. ഇപ്പൊ 2024 നിൽക്കുമ്പോഴും ഇവരൊക്കെ തന്നെയാണ് സജീവമായി സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങൾ. അശ്വന്ത് ഗോകു സിനിമ വിമർശനത്തിലേക്ക് അല്ലെങ്കിൽ നിരൂപണത്തിലേക്ക് മാത്രം ഒതുങ്ങിയെങ്കിലും ചെകുത്താൻ എന്ന് പറയുന്ന അജു അങ്ങനെയല്ല. അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹം മതവിമർശനങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത്. പിന്നീട് അദ്ദേഹം സകലതിനെയും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എത്തീസ്റ്റ് എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ദൈവങ്ങളെയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ ഒന്നും അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹത്തിന് എന്തും വിമർശിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ പലപ്പോഴും സമൂഹത്തിന്റെ ചില നന്മയ്ക്കൊപ്പവും തിന്മയ്ക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിവാദമാവുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട് മോഹൻലാൽ എന്ന വ്യക്തിയെ, മോഹൻലാലിനെ മാത്രമല്ല മറ്റ് നടന്മാരെയൊക്കെ അദ്ദേഹം വിമർശിക്കാറുണ്ട്. അദ്ദേഹം അത്തരം സമയങ്ങളിലൊക്കെ അദ്ദേഹം ഏറിലാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണ വയനാട്ടിൽ സൈനിക യൂണിഫോമിൽ നമുക്കറിയാം, മോഹൻലാൽ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയ വ്യക്തിയാണ്. അങ്ങനെ ആ പദവി കൊടുത്തത് പട്ടാളത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനും അദ്ദേഹം വരുന്നതോടുകൂടി പട്ടാളക്കാർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ആത്മവിശ്വാസം ഒക്കെ അതിന്റെ ഭാഗമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടന് കൊടുത്തതാണ് അങ്ങനെ ഒരു പദവി. അത് അദ്ദേഹം വളരെ കൃത്യമായി ചെയ്യുകയും അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള മദ്രാസ് റെജിമെന്റ് ആണ് ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ എത്തിയതും. വയനാട്ടിൽ നമുക്ക് പറയാനാവുന്നതിൽ അപ്പുറം വലിയ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുക. അപ്പൊ സാധാരണ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ആൾക്ക് മോഹൻലാലിന് ഈ ഒരു പദവി ഉള്ളത് കൊണ്ട് മോഹൻലാൽ അവിടെ ചെല്ലുക, അതിന് കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്യുക, ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം നൽകുകയും അവിടെ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ 2 കോടി രൂപ സംഭാവന ചെയ്യുന്ന കാര്യമൊക്കെ നടന്നു. ഇതൊരു വലിയ കാര്യമാണ്. അവിടേക്ക് 1 രൂപ അല്ലെങ്കിൽ ഒരു മുട്ടായി കൊടുത്താലും അത് വലിയ കാര്യമായി കാണുന്നതിന് പകരം അതിനെ പോലും ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി വിമർശിക്കുകയും ആ വിമർശനം കൃത്യമായിട്ട് ആ വിമർശനത്തെ എതിർത്തുകൊണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ വരെയും പരാതി കൊടുക്കുകയും ഇപ്പൊ മോഹൻലാൽ സൈന്യത്തിന്റെ ഭാഗമാണ്. ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ച് സംസാരിച്ചാൽ അതിന് ഇന്ത്യയിൽ നിയമമുണ്ട്. ഇന്ന് തന്നെ സിദ്ദീഖ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നതായി, ഇന്ത്യക്ക് നമുക്ക് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അതൊരു ലിബർട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ആ ലിബർട്ടി വെച്ച് നമുക്ക് എന്തിനെ അങ്ങ് വിമർശിച്ച് കളയാമെന്ന് വിചാരിച്ചു. നമ്മൾ സമൂഹത്തിൽ ചില മാന്യമായ പെരുമാറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അമാന്യമല്ലാത്ത പെരുമാറ്റമാണ് പലപ്പോഴും ചെകുത്താന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതൊരു ചെകുത്താനിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ചെകുത്താനെ പിടിച്ചു. ഇതേ ഒരു അധിക്ഷേപം കാഴ്ചവെച്ച മറ്റൊരാളുണ്ട്, TG മോഹൻദാസ് എന്ന് പറയുന്ന RSS സൈദ്ധാന്തികൻ. അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ സകല ആളുകളെയും അധിക്ഷേപിച്ചു. സകല ആളുകളെ. കാരണം അദ്ദേഹം പറയാണ് SKSF, SSF, DYFI ഒക്കെ ദുരന്തം ഉണ്ടായപ്പോൾ ഉടനെ ടീഷർട്ട് അടിച്ച് പ്രിന്റ് ചെയ്ത് ഇറങ്ങിയെന്നാ. ഈ TG മോഹൻദാസോ അദ്ദേഹത്തിന്റെ ആളുകളോ അവിടെ പോയിട്ടുണ്ടോ? ഒരു ചെളിയെങ്കിലും TG മോഹൻദാസിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ സഹായം വാഗ്ദാനം ചെയ്ത പല ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് ഇറങ്ങി നിന്നവരെ അറസ്റ്റ് ചെയ്യണം. ചെകുത്താനെ അറസ്റ്റ് ചെയ്ത പോലെ തന്നെ TG മോഹൻദാസ് അടക്കമുള്ള കേരളത്തിൽ വിഷം ചീറ്റുന്ന പലരെയും അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൂടി കാണിക്കാൻ ഇപ്പൊ ഇന്നലെ ജനീഷ് കുമാർ MLA, കോന്നി MLA പറയുന്ന കേട്ട് ബിരിയാണിയും ചിക്കൻ കാലും മോഹിച്ചവരൊക്കെ ചിക്കൻ കാല് കിട്ടിയപ്പോൾ പോയി DYFIക്കാർ അവിടെ ഉണ്ട്. DYFIക്കാർ മാത്രമല്ല ജനീഷ് കുമാറെ അവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തമുഖത്തും രാഷ്ട്രീയം കളിക്കുന്നത്? ജനീഷ് കുമാറിനെതിരെയും നടപടി എടുക്കണം. കാരണം ഏത് കേരളമാണ് വിദ്വേഷ പ്രചരണം നടത്തുന്ന സകല എണ്ണത്തെയും തൂക്കി അകത്തിടാനുള്ള ആർജവം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കാണിക്കണം. അത് ചെകുത്താനാണെങ്കിലും TG മോഹൻദാസ് ആണെങ്കിലും ജനീഷ് കുമാർ MLA ആണെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിൽ കൊടുക്കുക തന്നെ വേണമെന്നാണ്